ഞാൻ ഗന്ധർവൻ. ഭൂമിയിലെ സുന്ദരികളായ കന്യകമാരെ പ്രണയിച്ച് പരാഗണം നടത്തി ശാപമോക്ഷം നേടാൻ ഭൂമിയിലെത്തിയവൻ. പല്ലിയാവാനും പഴുതാരയാവാനും വേണമെങ്കിൽ പട്ടിണി കിടക്കാനും കഴിവുള്ളവൻ. ഞാൻ ഗന്ധർവൻ. വരാനല്ലേ പറഞ്ഞത്? എന്നെ അങ്ങോട്ട് വലിക്കില്ലേ? വലിക്കരുതെന്ന്. തള്ളേപ്പോയ്ക്കോ. എന്റെ കൈവാക്കിന് വന്ന് നിൽക്കരുത്. ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് മാർക്കറ്റിൽ നല്ല വില കിട്ടും. അയ്യോ, എന്റെ മാർക്കറ്റൊക്കെ പാട്ടേ ഇടിഞ്ഞു പോയടാ. തള്ളയോടല്ല പറഞ്ഞത്, ഞാൻ മീനോടാണ് പറഞ്ഞത്. അതെ, മീൻ വല്ലതും കിട്ടിയോടാ? 12 മണിക്ക് ഇരുന്നതാണ്. 2 ചാളയും 3 നത്തൂലിയും കിട്ടി. കൊള്ളാടാ, നീയാടാ ആൺകുട്ടി. ഇപ്പൊ 12:05, 5 മിനിറ്റ് കൊണ്ട് നീ 5 മീനെ പിടിച്ചല്ലോടാ. പോതല്ലേ ഇവിടുന്ന്. കഴിഞ്ഞ മാസം 28-ാം തീയതി രാത്രി 12 മണിക്ക് ഇരിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാവാൻ വഴിയില്ലല്ലോ. ചൂണ്ടയ്ക്ക് നല്ല കൊത്തുള്ള സ്ഥലമാണല്ലോ. ആട്ടെ, നീ എന്താ ഇരയിട്ടത്? ഇരയൊന്നും ഇട്ടില്ല, ചൂണ്ട മാത്രം. എന്നാ നിനക്ക് കിട്ടും ഏറ്റവും വലുത്. കൊത്തി നിന്റെ തള്ളയാടാ. കടിച്ചു വലിക്കാൻ. ഇന്നാ പിടിച്ചോ. അമ്മേ, ഞാൻ തള്ളയോടല്ല കടിച്ചു വലിക്കാൻ പറഞ്ഞത്, മീനോടാണ്. കിട്ടിപ്പോയി. പാവ. തിമിംഗലത്തിന് കുഞ്ഞുങ്ങൾ കളിക്കുന്ന പാവയാണെന്ന് തോന്നുന്നു. ഈ പാവ എന്റെ കുഞ്ഞുമകൾ സൂസിക്ക് കൊടുക്കാനാണ്. എടാ, അവള് ഡാറിന്റെ പണിക്ക് പോയിരിക്കുവാ. തള്ളേ, ഇതുകൊണ്ട് കൊടുക്കാൻ. ഞാൻ ഹവാ ബീച്ച് പോയി ചൂണ്ടയിട്ടിട്ട് വരാം. അവൾ അങ്ങനെ ഇപ്പൊ പാവ വെച്ച് കളിക്കണ്ട. പാവ കളിക്കണ്ട പ്രായമൊക്കെ കഴിഞ്ഞ്. ഈ സാധനം എങ്ങോട്ടെങ്കിലും എടുത്തങ്ങ് എറിഞ്ഞാലോ. പോടുന്ന്. സൂസി, നീ എന്താ വൈകിയത്? നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിക്കരുത്. അമ്മ പറഞ്ഞിട്ട് ടാറിങ് പണിക്ക് പോകുവേ വേണ്ടെന്ന്. പിന്നെ എന്തിനാടി കെട്ടിയൊരുങ്ങി ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എത്ര നാളാണ് പട്ടിണി കിടക്കുന്നത്? ഈ കൂടുതലൊന്നും സംസാരിക്കാതെ ആ വീപ്പയിലിരിക്കുന്ന ടാറെടുത്ത് മിറ്റിലേക്ക് ഒഴി. ഞാൻ പുറകിലത്തെ ഷെട്ടിലേക്കൊന്ന് പോയിട്ട് വരാം. നല്ല പാവ. അയ്യോടാ, ഇത് മൊത്തം ടാറ് പറ്റിയിരിക്കുവാണല്ലോ. കണ്ണിലിട്ട് കുത്താതെ പെണ്ണെ. ആരാത്? ഞാൻ ഗന്ധർവൻ. ഞാൻ കാട്ടാക്കട സൂസി. ഞാൻ ദേവലോകത്ത് നിന്ന് വരുന്നു. ഞാൻ ലക്ഷം വീട് കോളനിന്ന് വരുന്നു. ഞാൻ ദേവേന്ദ്ര സദസ്സിലെ ട്രാക്ക് ഗായകനാണ്. ഞാൻ ശശിമേശ്വരിയുടെ സൈറ്റിലെ ഷവ്വലി കുത്തുകാരിയാ. ധൈര്യം ഉണ്ട്, നേരിട്ട് പാടാ. അങ്ങനെയാണെങ്കിൽ നിന്റെ അത്യാഗ്രഹം പോലെ തന്നെ സംഭവിക്കട്ടെ. ഹായ്, ഗന്ധർവൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അയ്യോ, ഞാൻ ഗന്ധർവനല്ല. പിന്നെ ഞാനാണ് ബ്രോക്കർ. സ്മോക്കർ. സ്മോക്കറോ? അതെ, ഞാൻ പുകച്ചാലേ പുള്ളി പുറത്ത് കാണത്തുള്ളൂ, അല്ല പ്രത്യക്ഷപ്പെടത്തുള്ളൂ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാ, ചപ്പും ചവറും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങ് പുകയ്ക്ക് അയാൾ വരട്ടെന്ന്. ദൈവമേ, ഈ പണ്ടാരം എന്റെ പുക കണ്ടിട്ട് ഇനി പുകയത്തുള്ളോ? അങ്ങനെ പുകയട്ടെ. ദൈവമേ, പുക തിരുന്നതിന് മുന്നേ പണ്ടാരം ഇനി വന്നാ മതിയായിരുന്നു. കണ്ടാ? ദേവിയല്ല, സോസി. എന്നാ പറ്റിയ അളിയനോ? അല്ല, എന്നാ പറ്റി തിരുമേനി? എടാ, പാലമരത്തെ നിറച്ച് പുളിയിലൂർമാന്ന്. പിന്നെ ഒരു കാര്യം, ഇതാണ് അങ്ങേക്ക് ഇപ്രാവശ്യം കുറി വീണ്ടിരിക്കുന്ന കുട്ടി. എന്നാ പറ്റി? വീണ്ടും പുളിയിൽ ഉറുമ്പ് കടിച്ചോ? ഉറുമ്പന്റെ അല്ല, കണ്ടിട്ട് കുളിരടിക്കുന്നടാ. നിങ്ങൾക്കൊക്കെ എന്തു ആകാമല്ലോ.
അപ്പൊ അങ്ങാണ് ഗന്ധർവനല്ലേ? അതെ. എനിക്ക് ഗന്ധർവനെ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓഹോ, അങ്ങെന്തിനാ എപ്പോഴും ഭൂമിയിലേക്ക് വരുന്നേ? ശാപമോക്ഷം കിട്ടാൻ. അതെങ്ങനെ കിട്ടും? അതെങ്ങനെ കിട്ടുമെന്നോ? അതായത് സൂസി, ഈ ഭൂമിയിലെ സുന്ദരിമാരെ ആദ്യ ദർശനത്തിൽ തന്നെ സമാഗമം നടത്തി ഒരു വണ്ടായിട്ട് തിരിച്ചു പറന്നു പോണം. ആ, എന്റെ അടുത്ത് വണ്ടായി വന്ന നിന്റെ മണ്ടയടിച്ച് ഞാൻ പൊട്ടിക്കും. ആദ്യം കോളേജുകാരെ വിളിച്ച് രജിസ്റ്റർ മാരേജ്, എന്നിട്ട് മതി ഈ സമാഗമം. അയ്യോ, അത് മാത്രം നടക്കത്തില്ല. എന്റെ മുതലാളി ദേവേന്ദ്രന്റെ കൽപ്പനയിൽ ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ലെന്ന്. പിന്നെ എന്തുവാ പറഞ്ഞേക്കുന്നേ? വരിക, സമാഗമം നടത്തുക, പോവുക. പ്രിയേ, നിന്നെ എനിക്ക് നന്നായി ബോധിച്ചു. സത്യമാണോ അണ്ണ? പിന്നെ സത്യം. എന്നാ നമുക്ക് അടിച്ചു പൊളിക്കാം. ഇടി, അടിച്ചു പൊളിക്കാൻ വരട്ടെ. ഇടി, ഈ രൂപത്തിൽ ഞാൻ നടന്നാൽ ഇന്ദ്രൻ എന്നെ പിടികൂടും. അതുമല്ല, വല്ല സീരിയലുകാരൻ കണ്ട എന്നെ പിടിച്ചോണ്ട് പോകുന്നു. എന്റെ പൊന്നണ്ണ പോവല്ലേ? 10 വർഷം കഴിഞ്ഞേ പിന്നെ അണ്ണന് സ്വർഗലോകം കാണാൻ പറ്റത്തുള്ളൂ. ഇടി, പിന്നെ ഞാൻ ഏത് രൂപത്തിലാണ് ഇവിടെ ജീവിക്കേണ്ടത്? അണ്ണൻ സുന്ദരനായ ഒരു മനുഷ്യനായിട്ട് ജീവിക്ക്. ഇടി, ഇതൊന്നും ഇന്ദ്രന്റെ കൽപ്പന ഇല്ലാത്തതാണ്. എങ്ങനെയെങ്കിലും ഒരു ജീവിതം ഒപ്പിച്ചെടുക്കാൻ തുടങ്ങുമ്പോഴാ അങ്ങനെ ഒരു ഇന്ദ്രനും കുന്ദ്രനും ഒക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, എങ്കിൽ ഞാൻ സുന്ദരനായ ഒരു മനുഷ്യനാവാം. മറ്റേ സ്മോക്കർ അടിക്കുന്നവൻ എന്തേടി? എന്തിനാ അവൻ? ഓ, എനിക്ക് പുകയില്ലാതെ കോസ്റ്റ്യൂം മാറാൻ പറ്റത്തില്ലെന്ന്. അണ്ണ എന്നെ വിളിച്ചോ അണ്ണ? നീ എവിടെ ആയിരുന്നടാ? നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പുക കിട്ടിയില്ലേ? എനിക്ക് 2 പുക എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് മാറിയതാന്ന്. അമ്മേ, അടിക്കടാ പോക. ഓ, ഞാൻ ഈ പുകപ്പണി അങ്ങ് മടുത്ത്. ആ, ഇനി എന്നാണാവോ ഞാനൊരു സമാഗമം ഒക്കെ നടത്തുന്നത്? സമയമാകുമ്പോ നിനക്ക് സമാഗമം നടത്താനുള്ള അവസരം ഉണ്ടാകും. നീ ഇപ്പൊ പുകയടി. അപ്പൊ സൂസി, ഒരു സുന്ദരനായ മനുഷ്യൻ. ഓക്കെ, വന്നേ. അയ്യോടെ, ഇത് കുഞ്ചാക്കോ ബോബൻ തന്നെ. എന്നാ പിന്നെ തുടങ്ങിയല്ലേ? എന്ത്? പിന്നെ ഒന്നും അറിയാത്ത പോലെ. എന്ത് വടി? സമാഗമം. ആ, എന്നാ വാ, അടിച്ചു പൊളിക്കാം. നമ്പർ ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. അയ്യോ, ഇന്ദ്രന്റെ ഓഫീസിലെ മെസ്സേജ്. ഷോ, നല്ല മൂടായിട്ട് വരുമായിരുന്നു. നീ പിടിക്കപ്പെട്ടിരിക്കുന്നു. അയ്യോ, സത്യമായിട്ട് ഞാൻ പിടിച്ചില്ലണ്ണ, പിടിക്കാൻ പോന്നേ ഉള്ളൂ. ഗന്ധർവ, നിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം നീ വാടകയ്ക്ക് കൊടുത്തു അല്ലേ? ഇതിനൊക്കെ ദേവലോകത്തെ കോസ്റ്റ്യൂമർ അബ്ബാസിക്കയോട് മറുപടി പറഞ്ഞേ പറ്റൂ. ഗന്ധർവ, തിരിച്ചു വരാൻ. ഇന്ദ്രനാ വിളിക്കുന്നത്, തിരിച്ചു വരാൻ. പട്ടിപുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ടോട്ട് തീറ്റിക്കത്തുമില്ല. നാശം. മെസ്സേജ് വന്നില്ല അണ്ണ? പോവാം, പുക അടിക്കട്ടെ? ആ, പുകയടിച്ചു അടിച്ചു. പിന്നെ സൂസി, ഞാൻ ഇനിയും പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഈ മന്ത്രം നോക്കി വായിക്കാൻ മതി. ഞാൻ അപ്പൊ പ്രത്യക്ഷപ്പെടും. ഓക്കെ? അപ്പൊ സൂസി, ടാറ്റ. വന്നത് വെറുതെ ആയി പോയി അല്ലേ? എന്താടി ഇന്ന് പണിയൊന്നുമില്ലേ? അമ്മൂമ്മേ, ഈ ഗന്ധർവൻ എന്ന് പറഞ്ഞ ആരാ അമ്മൂമ്മേ? KJ യേശുദാസ്. ഓ, അത് പാട്ട് പാടുന്ന ഗന്ധർവനല്ലേ? ഈ പുകയും ബഹളവും ഒക്കെ ആയിട്ട് വരികയല്ലേ? ഓ, അതോ? ആ. കൊച്ചി കോർപ്പറേഷനിൽ കൊതുകിന് പുകയടിക്കാൻ വരുന്ന ചന്ദ്രൻ. പിന്നെ വേറൊരു ഗന്ധർവനുണ്ട്. പെൺകുട്ടികളെ പോലെ പുറകോട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി തലയിൽ LED ബൾബും ഒക്കെ ഫിറ്റ് ചെയ്ത് വരുന്നൊരു ഗന്ധർവൻ. അവന്റെ കയ്യിൽ പെട്ടാൽ പീഡനം ഉറപ്പാ. പണ്ടൊരു ഗന്ധർവൻ എന്നെ ഒന്ന് വളയ്ക്കാൻ നോക്കിയതാ. എന്നിട്ട് അമ്മൂമ്മ വളഞ്ഞോ? ഇല്ലടി, എന്റെ നട്ടല്ലൊടിഞ്ഞ് കമ്പിയിട്ടേക്കുവല്ലേ, പിന്നെങ്ങനെ വളയാനാ? അയ്യോ, ദേ കണ്ട്രാക്ക് വരുന്നു. നീ സൂക്ഷിച്ചോ, ഇയാൾക്കും ഗന്ധർവന്റെ അതേ സ്വഭാവമാ. എന്താ ഗന്ധർവനെ പറ്റി ഒരു സംസാരം? എല്ലാരും പറയുന്നു ഞാനൊരു ഗന്ധർവനാണെന്ന്. ഓ, കാട്ടുഗന്ധർവൻ. ഈ തള്ള എന്റെ നിന്ന് മേടിക്കും. എന്താ ഇത്? അതിങ്ങനെ തന്നേ. അയ്യോ അണ്ണാ, അത് വായിക്കരുത്. എന്താ വായിച്ചാല്? അത്തല പൊത്തല തവളാത്തി തുക്കുമരപ്പിൻ തൂളാത്തി മറിയം വന്ന് വിളക്കൂതി ഫൂ ഫൂ ഫൂ. ആരായി പുകയും ബഹളമൊക്കെ ആയിട്ട് വരുന്നേ? ഞാൻ ഗന്ധർവൻ. അപ്പം നീയാണ് നാട്ടിലുള്ള പെൺപിള്ളേരെല്ലാം വായി നോക്കി നടക്കുന്ന ഗന്ധർവൻ. നിനക്കും ഇല്ലടാ അമ്മയും പെങ്ങന്മാരും? ഏതാ ഈ തള്ള? നിന്റെ അപ്പൂപ്പനോട് ചോദിച്ചാ മതി, അങ്ങേർക്കറിയാം എന്നെ. എന്താടാ നിന്റെ പണി? ഞാൻ ഇന്ദ്രന്റെ സദസ്സിലെ പാട്ടിസ്റ്റാ. ഞാൻ എന്റെ ട്രൂപ്പിലെ ഫ്ലൂട്ടിസ്റ്റാ. എന്റെ പെണ്ണിനെ ഞാൻ ആർക്കും വിട്ടുതരില്ല. നിങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട. അവൾക്കാരെയാ ഇഷ്ടമെന്ന് അവളോട് തന്നെ ചോദിക്കാം. അതെ. മോളെ, നിനക്കാരെയാ ഇഷ്ടം? എനിക്ക് ഈ പെണ്ണുങ്ങളെ വായി നോക്കുന്ന കണ്ട്രാക്കിനെ വേണ്ട, എനിക്ക് ഈ ഗന്ധർവനെ മതി. മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത് കാര്യം? ഈ ഗന്ധർവന്മാർക്ക് കുട്ടികൾ ഉണ്ടാവില്ല. നിനക്ക് അങ്ങനെ തന്നെ വേണം. എന്നെ ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ടൊരു അംഗനവാടി തുടങ്ങാമായിരുന്നു.
ആ പോയത് പോയി. എന്തായാലും അമ്മൂമ്മ വാ. ഇടടാ എന്റെ കയ്യിന്ന്. ഓ അതും പോയി. ആ അപ്പൊ ഞാൻ സെക്യൂരിറ്റിയുടെ കണ്ണും വെട്ടിച്ചാ വന്നത്. ഇന്ദ്രൻ പിടിക്കും മുമ്പ് നമുക്ക് അടിച്ചു പൊളിക്കാം. ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഡേയ്, നീ മതിൽ ചാടി പോണത് സെക്യൂരിറ്റി കണ്ടതാ. പെട്ടെന്ന് വന്നില്ലെങ്കിൽ നിന്റെ ചെവിക്കല്ല് തല്ലി പൊട്ടിക്കും. ഓ ഇന്ദ്രന്റെ ഓഫീസിലെ മെസ്സേജാ. എനിക്ക് പോയേ പറ്റൂ. ഓ നിങ്ങൾ കൂടെ പറയുന്നേ, ഞാൻ ചോദിക്കാം. എന്തിനാണ് നിനക്ക് ഇതിന്റെ കലിപ്പ്? ഇന്ദ്രൻ കുന്ദ്രൻ. ഓ എന്റെ പൊന്നു ഞാൻ നീ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്ക്. അല്ല പിന്നെ അവന്റെ ഒരു അസരീരി ഉസരീരി. എന്റെ പൊന്നു സൂസി, നീ പറയുന്ന പോലല്ല. ഞാൻ ദേവലോകത്ത് എന്നില്ലെങ്കിൽ എന്റെ പെർമിറ്റ് കട്ടാക്കുമെന്ന്. ഓ എന്തുവാ ഇത്ര ധൃതി? എനിക്ക് പോയിട്ട് സോമരസം ഉണ്ടാക്കാനുള്ളതാ. സോമരസോ? അതെന്തുവാ? കള്ളവാറ്റ്. അണ്ണാ കുഴപ്പമായെന്ന് തോന്നുന്നു. പുകയടിക്കട്ടെ, നമുക്ക് പോവാം. അയ്യോ, ഇന്റെ ഒരു പുക. അണ്ണാ യവനൊരു പണിയില്ല അണ്ണ. ഇന്ദ്രന്റെ കണ്ണു വെട്ടിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അണ്ണൻ സ്ത്രീ വേഷം കെട്ടുക. അത് കൊള്ളാം. എന്നാ പിന്നെ അണ്ണൻ പുറകിലത്തെ ഷെഡിലോട്ട് ചെല്ല്. അവിടെ എന്റെ ഒരു മാക്സി ഇരിപ്പുണ്ട്, അത് എടുത്തിട്ടുണ്ട് വാ. എന്നാ അടിക്കടാ പുക. ആ പുകയൊക്കെ തീർന്നു പോയി. നമുക്ക് ഓടിപ്പോകാം. മോളെ, ഞാൻ തന്ന പാവ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എവിടെയാ പാവ? കമോൺ ടെൽ മീ. അത് ആ പാവ മാക്സി മാറാൻ പോയിരിക്കുക. ബാറ്ററി മാറുന്ന പാവയെന്ന് കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ മാക്സി മാറുന്ന പാവയെന്ന് കേൾക്കുന്നത്. സൂസി, ഒരല്പം വെള്ളം. എന്റെ പെങ്ങടെ പുറകിൽ നടന്ന് വെള്ളം ഇറക്കുന്നതും പോരാഞ്ഞിട്ട് എന്റെ മുന്നിൽ നിന്ന് വെള്ളം ചോദിക്കുന്നു. കടക്കടാ പുറത്ത്. ആരേവൻ സത്യം പറഞ്ഞോണം. ആരാന്നാ ചോദിച്ചത്? ആ ഇതാ എന്റെ പുറച്ചെറുക്കൻ, കോണ്ടാക്ടറാ. കണ്ടാണേലും കൊള്ളാം, മുറച്ചെറുക്കനാണേലും കൊള്ളാം. ആ വരുന്നതിൽ ആരും സമാധാനം പറയുവാടി. നീ പറഞ്ഞ പോലെ പെൺവേഷം കേട്ട് ഞാൻ ആ പുറകിലത്തെ ഷെഡ് നിൽക്കുവായിരുന്നടി. ഈ സ്ത്രീ ലംബടൻ എന്നെ നശിപ്പിച്ചടി. 216 312 ഗന്ധർവന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഞാനങ്ങ് വരുവാ. നീ വരണ്ട. പണ്ടേ എനിക്ക് അവന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത്. കേറി വാന്ന് അനുഭവിച്ചോ. കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ? ഉണ്ടോ? മരിച്ചവരുണ്ടോ ഇല്ലോ നീ തിരക്കേണ്ട കാര്യമില്ല. നീ ഉച്ചയ്ക്ക് ചോറുണ്ടായിരുന്നോ? ഇല്ല. അപ്പം ചോറുണ്ടായിരുന്നു പാട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. ശരി. മിടുക്കൻ. എടാ റിയാലിറ്റി. എടാ നീയാടാ റിയാലിറ്റി. എടാ പോടാ റിയാലിറ്റി. എടാ നിനക്കൊക്കെ ഇങ്ങനെ കളിയാക്കാനല്ലേ അറിയത്തുള്ളൂ. എന്റെ കുഞ്ഞു ഫൈനലിൽ കയറി, അറിയാവോ? നിനക്ക് അങ്ങനെ തന്നെ വരണം. എന്ത് ഫൈനൽ കയറിയാ പോരാ, അവന്റെ അഞ്ചത്ത് പാണ്ടിലോറി കയറണം. പക്ഷേ നിന്നെ ഞാൻ എടുത്തോളാം കേട്ടോ. കൂടുതൽ ആളൊന്നും കളിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഈ മനുഷ്യൻ ആരോടാണ് നടക്ക് വെക്കുന്നത്? ഇടി നീ ഒരു കാര്യം മനസ്സിലായോ? എന്തുവാ? ഇടി നമ്മുടെ കുഞ്ഞ് ഫൈനലിൽ കയറിയ നാട്ടുകാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. ഇഷ്ടപ്പെട്ടില്ലെന്നോ? ആ. ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ആ. എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ നേരം നോക്കിയാണ് ആ സ്വാമി ഉണ്ടല്ലോ, ആമ്പലത്തിലെ സ്വാമി. ആ. നേരം വെളുക്കുമ്പോ തുടങ്ങും അവന്റെ ചങ്കമണി യൂത്താ, ചങ്കമണി യൂത്ത്. എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചങ്കും ഇല്ലയോ? എത്തും. ആ. പറഞ്ഞു നിർത്തിയേക്കാം. ആ പറഞ്ഞു നിർത്തണം. സ്വാമിയേ, നിന്റെ ശംഖും മണിയും കേട്ടല്ലോ. എന്റെ കുഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ബഹളം വേണ്ട. നമ്മുടെ കുഞ്ഞെന്തേടി? കുഞ്ഞോ? ആ, അതൊക്കെ ഇരിക്കട്ടെ. സാധകം ചെയ്യുക മനുഷ്യ. സാധകം ചെയ്യുന്നുണ്ടല്ലോ. പിന്നില്ലയോ? അപ്പൊ അവൻ നമ്മൾ പുതിയ റൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അറിയാം. ഫാമിലി റൗണ്ട് ആവണം. അറിയാം. അവൻ പാടും, നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അഭിനയിക്കണം. അയ്യോ വേണം വേണം വേണം. മനസ്സിലായില്ല? ആ. അപ്പൊ നമ്മൾ രണ്ടുപേരെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ നമ്മുടെ മൂത്ത അളിയനും പെങ്ങളും വരും. അവരുടെ അടുത്ത് നീ പോര് കാണിക്കരുത് കേട്ടല്ലോ. എന്തോ ഏട്ടോ അങ്ങനെ പറയുന്നത്? ഞാൻ പോര് കാണിക്കുവോ? പിന്നെ ആരൊക്കെ വന്നാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും ആയിരിക്കും കളിക്കണം. ഇല്ലയോ, നിങ്ങൾ ഒരുങ്ങിയത്? ഇട്ടോ ദാ, അറിയോ ആര്? അമ്മായി എവിടെ നിന്നാലും ആരെ കണ്ടാലും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. അതല്ല നീ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല ഇവിടെ. അമ്മായി അടുക്കള തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നേ? ഇഡലിയാ മരം ഉണ്ടാക്കി വെച്ചിരുന്നേ.
വീട്ടിൽ ഞാൻ അറിഞ്ഞില്ല, ഞാൻ 30 എണ്ണം എടുത്ത് കഴിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ചെറിയൊരു പരിപാടി നടക്കാൻ പോവാണ്. നമ്മുടെ കുഞ്ഞിന്റെ പാട്ടിന്റെ റിയാലിറ്റി ഷോയുടെ ഫൈനൽ സംഭവം റിഹേഴ്സൽ. ഞാൻ പാട്ട് കേട്ടായിരുന്നു. അയ്യോ ഞാൻ പാട്ടാവന്റെ, ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിട്ട് പാട്ട് പാട്ടല്ലേ? അപ്പൊ ഞാൻ നിനക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ അത് ഞാൻ ചോദിക്കട്ടെ. ഉത്തരവാദിത്വം ഉണ്ടോന്നും? എന്ത് ഇത് കണ്ടോ, എന്നാന്നറിയോ? എന്ത് ടിക്കറ്റ്. ടിക്കറ്റാ? കഴിഞ്ഞ ആഴ്ച ബസ്സിൽ പോയി ടിക്കറ്റാ, ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഉത്തരവാദിത്തം ഇല്ലേ? ഓ അങ്ങനെ ഉത്തരവാദിത്തമുള്ള നീ മിടുക്കനാ. മാമനും മിടുക്കനാ, അതല്ല ഞാൻ അമ്മായി മിടുക്ക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എടാ നമ്മുടെ ഇപ്പൊ റിഹേഴ്സൽ നമ്മൾ ആൾക്കാരെ ഒരുപാട് പേര് വരും. നമുക്ക് കുളിക്കണം, നനയ്ക്കണം, പല്ല് വെക്കണം, എല്ലാം ചെയ്യണം. അപ്പൊ ശകലം വെള്ളം കോരി വെക്കാനുള്ള സെറ്റപ്പ് നീ റെഡിയാക്കണം. ഞാൻ വെള്ളം കോരി വെച്ചിരിക്കുക. വെള്ളം കോരി വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ മാമൻ അത് കണ്ടോ, തോണ്ടിരിക്കുന്നത് കണ്ടോ 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 6 എണ്ണം കണ്ടോ, നിറച്ചും കോരി വെച്ചിരിക്കാം വെള്ളം. രാവിലെ തുടങ്ങിയത് അതിനകത്ത് നിറച്ച് നീ വെള്ളം കോരി വെച്ച് നശിപ്പിച്ചല്ലോ. എന്നാ മാമ എന്റെ കുഞ്ഞിന് റിഹേഴ്സൽ ചെയ്യാൻ കൊണ്ടുവച്ച ട്രംസെറ്റും ട്രിപ്പിളിന് വെള്ളം കോരി വെക്കുന്നേ. എന്തായാലും വെള്ളം കോരി വെച്ചില്ലേ? നിനക്ക് എന്തേലും ഉത്തരവാദിത്വം ഉണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നോട് ജനറേറ്റർ എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് വന്നോ നീ? ഇത് അവരോട് നടന്നു വരാൻ പറയാം, എനിക്ക് പറ്റത്തില്ല. അവര് ജനമാർത്തന ജനമാർത്തനല്ല, ജനറേറ്റർ. ആരായാലും സൈക്കിൾ പിടിച്ച് വരാൻ പറയാം, എനിക്ക് വയ്യാന്ന്. ആകെ ഇവിടെ ടാറ്റ സുമേഷ് മാത്രമേ ഉള്ളത്. ഇതാ ഞാൻ പറഞ്ഞ നിനക്ക് ഉത്തരവാദിത്തമില്ല, ഉത്തരവാദിത്തമില്ല. ഇറങ്ങിപ്പോ, അങ്ങനെ പോ, ആവശ്യമില്ല. നിനക്ക് ഞാൻ കീറി തരണ്ടേ? പിന്നെ അതല്ലണ്ടേ ഇവിടുന്ന് പിടിച്ചേ. ആ പിടിച്ചു. തിരുമേ തിരുമേ ഇരുമേനോ? ഇരുമാൻ. അയ്യോ മാമ ഇനിയും, അയ്യോ മാമ ഇനിയും. വേറെ മനസ്സ് വെച്ചോണ്ടാ കേട്ടോ, കയറി അങ്ങ് പിടിച്ചും പോയി. ആവശ്യമില്ലാത്ത കാര്യം. അപ്പൊ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ കുഞ്ഞെന്ത് മോനോ ഉണ്ണിക്കുട്ടോ, അച്ഛൻ വിളിക്കുന്ന ഓടി വന്നേ ഇങ്ങോട്ട്. അവനൊക്കെ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇന്നാരാ അച്ഛൻ? എന്താ അച്ചാളിയാ? ഞാനല്ലേടാ നിന്റെ അച്ഛൻ. ആണോ? പിന്നെ ശരിയാന്നോ ഇങ്ങനെ പറയുന്നത്? എല്ലാരും പറയുന്ന കാര്യമില്ലയോ ഇത്? തെറ്റൊരിക്കലൊന്നും ഇല്ല. അപ്പൊ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു രക്ഷകർത്താവ് എന്ന രീതിയിൽ ഒരു ഉപദേശം നിനക്ക് തരാനുണ്ട് എനിക്ക്. എന്തുവാ? പഠിത്തം ഉണ്ട്. അത് രണ്ടാമത്, പാട്ടും കൂത്തും ഒന്നാമത്. മനസ്സിലായല്ലോ? നിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കഷ്ടപ്പെട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടിയാണ് നിന്നെ ഫൈനൽ സ്റ്റേജ് വരെ അച്ചാച്ചൻ എത്തിച്ചത്. മോൻ എന്തെങ്കിലും ആവശ്യമുണ്ട് ഇപ്പൊ ചോദിച്ചോണം, അച്ചാച്ചൻ അത് മേടിച്ചു തരും. കേട്ടല്ലോ? എനിക്കൊരു 500 രൂപ വേണം. ഞാൻ വെച്ച് തരും. എടാ നമ്മളൊരു കലാപരമായ കഴിവിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് ആദ്യം കാശല്ല നോക്കേണ്ടത്, പിന്നെ ബുദ്ധി, ശക്തി, കഴിവ്. ഇത് മൂന്നുമാണ് വേണ്ടത്. മനസ്സിലായില്ലേ? അച്ചാച്ചന്റെ ഉള്ളതല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റൂ. അത് പറയരുത്. ഇപ്പൊ എന്തൊക്കെ ആവശ്യമുണ്ടോ അച്ഛൻ മേടിച്ചാലും ചോദിച്ചാട്ടെ. തരുവോ? ഒരു കാർ വേണോ? വേണ്ട. ജീപ്പ് വേണോ? വേണ്ട. സ്വർണ്ണമാല വേണോ? വേണ്ട. കാർ വേണോ? വേണ്ടെന്ന്. പിന്നെ എന്തുവാണോ നിനക്ക് വേണ്ടത്? അച്ചാച്ച ഫാമിലി റൗണ്ടാ വരാൻ പോകുന്നത്. അപ്പൊ അവിടെ കാണിക്കാൻ വേണ്ടി കാണാൻ കൊള്ളാവുന്ന ഒരു അച്ചാച്ചനെ പിന്നെ അച്ചാച്ച വേറൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ പാടിക്കൊണ്ടിരുന്നപ്പോ ഫ്രണ്ടിരുന്ന ജഡ്ജസ്മാര് പറയുക ഞാൻ ഷഡ്ജ വിട്ടില്ലാന്ന്. പിന്നെ ഇനി 350 രൂപയുടെ പണി ചെയ്തിട്ട് 300 രൂപ നിന്നെ ഞാൻ കൊണ്ടു തരുന്നുണ്ട്. എന്റെ കുഞ്ഞിന് ആവശ്യമുള്ള സാധനം മേടിച്ചു കൊടുക്കണം. ഞാൻ നിന്നോട് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇഷ്ടംപോലെ ഷഡ്ജം ഉണ്ട്, അറിയാവോ? അത് കൂടാതെ നിങ്ങളുടെ 2 ഷഡ്ജം എടുത്ത് കൊടുത്തേക്ക് വെച്ചിറക്കി. അതാണ് ഈ കാലം വലുതാ അതൊക്കെ. വിളിച്ചു കെട്ടിട്ട് പോടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, പെങ്ങളും അളിയനും വരും. ആ സമയത്ത് നീ പോര് കാണിക്കരുത്. പോര് കാണിക്കത്തില്ല മനുഷ്യ, അവര് വരട്ടെ. പറഞ്ഞു തീർന്നില്ലല്ലോ, അളിയനും പെങ്ങളും വരുന്നുണ്ട്. കണ്ടോടി എന്തോ സ്നേഹമാ നോക്ക്. ഒരമ്മ മറ്റ അളിയന്മാര് കണ്ടോ? പോലിരിക്കുന്ന എന്റെ പെങ്ങളെ പെയിന്റ് അടിക്കാൻ വന്നിട്ട് അടിച്ചോണ്ട് പോയ മിണ്ടരുത്. മൈനയാണത്ര മൈന. മൂകനാണോടാ മൈന? ഞാൻ അപ്പഴേ പറഞ്ഞു പട്ടികളെ നീ പരിപാടിക്ക് വിളിക്കണ്ടത്. നാറുകളെയൊക്കെ വിളിച്ചു നിങ്ങളല്ലേ മനുഷ്യ എന്റെ കുഞ്ഞിന്റെ പരിപാടി ഉളവാക്കാൻ. നീ അല്ലേ പറഞ്ഞു വലിയ നാടകം നടനാ വലിയ ആളാന്ന് പറഞ്ഞിട്ട് ഇവനെ ഒന്നും വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ടി വിക്കകത്തോണ്ട് കയറ്റിത്താലും മതി. മോന്ത നിന്നെ അടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യം ഒറ്റയ്ക്ക് എനിക്ക് അറിയാം. അത് മതി. ഇവല് പരിപാടിയല്ലേ എന്തോ അളിയ ഇതൊക്കെ ഒന്ന് നേരത്തെ പറയണ്ടേ? വളരെ ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ നമ്മുടെ മോനെന്തിയെ? മോനിവിടെ ഉണ്ടെന്ന് വിളി. അളിയ അവനെ നെക്കല്ലേ, അവന്റെ സംഗതി എല്ലാം വെളി വരും. ഒന്നാമത് ഷഡ്ജ ഇല്ലാതെ അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അളിയ നമ്മൾ മാത്രം അഭിനയിച്ചാ മതിയോ? അല്ല വേറെ ആളെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ മൂത്ത ആകള ഡൽഹിയിലുള്ള പുള്ളി ഞാൻ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇവിടെ വരും. അവൻ വന്നോ തന്നെ അടയാളം. അവൻ അങ്ങനെ വരാനാ മനുഷ്യ. അവന് നല്ല പിടി
പിടിപാട് അവിടെ അങ്ങനെ വരത്തില്ല. എന്താ കുഴപ്പം? വരത്തില്ല അവൻ. അവൻ വരാനുള്ള മാർഗം ഞാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങള് എന്ത് ചെയ്യുന്നു? ഇനി നിന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്തിട്ടുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ കാർ എടുത്ത് പുറപ്പെട്ട് കാണും. ഞാൻ ആരാടി മോൻ. അപ്പൊ അളിയ, അപ്പൊ നമ്മുടെ അളിയും വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു സാധനം സെറ്റ് ചെയ്യാം. ആയിക്കോട്ടെ. മനസ്സിലായല്ലോ? നമ്മുടെ കുഞ്ഞിന് പാട്ട് പാടും, നമ്മളെല്ലാം ചേർന്ന് അഭിനയിക്കണം. അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടും. അപ്പൊ എല്ലാവർക്കും അത് വീഴ്ച തരും. അപ്പൊ എന്താന്ന് വെച്ചാൽ പറഞ്ഞ അപ്പൊ മോൻ ഏത് പാട്ടാണ് പ്രാക്ടീസ് ചെയ്ത് വെച്ചത്? അച്ഛാ, ഞാൻ ഫാമിലി റൗണ്ടിൽ പാടാൻ വേണ്ടി കല്യാണരാമൻ എന്ന സിനിമയിലെ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും എന്ന പാട്ട് ഞാൻ പാടി പഠിച്ചു വെച്ചിട്ടുണ്ട്. അടിപൊളി. അല്ലേ നല്ല പാട്ടല്ലേ അളിയ? നല്ല പാട്ടാ, നല്ല പാട്ടല്ലേടി? അയ്യോ, നല്ല പാട്ടാണ്. നല്ല പാട്ടാ. അപ്പൊ മോനെ ക്യാരക്ടർ നിശ്ചയിക്കാം. അതായത് ഈ കഥയിലെ രാജകുമാരനും ഗോപകുമാരി എന്ന് പറഞ്ഞ ഈ രണ്ട് ക്യാരക്ടർ ഉണ്ടല്ലോ. അതിലൂടെ റെഡിയാണല്ലോ. ഞാനും എന്റെ വരി റെഡി അവിടെ. പ്രൊഡ്യൂസർ നേരിട്ട് വിളിച്ചു പറഞ്ഞു കുഞ്ഞിന്റെ അച്ഛനും അമ്മയും തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാ. അങ്ങനെ അത് ഞങ്ങൾ രണ്ടും ഫിക്സ് ചെയ്ത് വെച്ചേക്കും. ആ കാര്യത്തില്ല. അപ്പൊ എനിക്കൊന്നും ഇല്ല അളിയ. അളിയന് വേഷമുണ്ട്. എന്തോ? അതായത് ഇതിനകത്ത് മെയിൻ വേഷമാണ് അളിയന്. ആണോ? അതായത് ഈ കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും കൂടി ദീപമായിട്ട് ഇങ്ങനെ വരും. ഈ ദീപമായിട്ട് ഈ നദിയിലേക്ക് വരുന്ന സമയത്ത് അളിയൻ എൻട്രി ചെയ്യണം. എന്താണ്? കുഞ്ഞോളമായിട്ട് അളിയൻ വരണം. അളിയൻ എന്തോ അളിയ പറയുന്നത്? ഞാൻ കുഞ്ഞോളുമായിട്ട് വന്നാൽ ഞങ്ങൾ ഉണ്ടാക്കട്ടെ, ഇടി ഉണ്ടാക്കത്തില്ലേ? അളിയ കുഞ്ഞുമോളല്ല, കുഞ്ഞോളം. കുഞ്ഞോളോ? കുഞ്ഞോളായിട്ട് അളിയന് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പറ്റൂല്ലേ? പറ്റും. ഒരു കുഞ്ഞോളിനല്ലാണോ? നല്ല പാട്ടാ. മാമ കീ കൊടുത്ത് വിട്ടേക്ക് വന്നു അതിനെ. ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. അപ്പൊ നീ പാടും, അഭിനയിക്കണം. ഓക്കെ അല്ലേ? കറക്റ്റ് സമയത്ത് അളിയൻ എൻ്റർ ചെയ്തോളാം. ഓനെ അപ്പൊ വാ. ഓക്കെ, പാട്ട് പഠിക്കോളൂ. അപ്പൊ ഞാൻ പാട്ട് പാടാൻ പോവാണ്. ബാക്കി അവരെല്ലാം ശരിയാണല്ലോ. ready. അപ്പൊ റെഡി, 1 2 3 സ്റ്റാർട്ട്. കഥയിലെ രാജകുമാരനും ഗോപകുമാരിയും ഒന്നാവാൻ പുഴയിലെ കുഞ്ഞോളങ്ങളും അവനുണർത്തി ദീപങ്ങൾ. ഓ നാളിയ അളിയനോട് എന്തോ കാണിക്കാനാ പറഞ്ഞു. കുഞ്ഞോളം അളിയനിപ്പോ എന്തോ ഇവിടെ കാണിച്ചേ? ഓളം. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? കുഞ്ഞിന്റെ പരിപാടി നശിപ്പിക്കാനായിട്ട് അളിയനത് പറയരുത്. അളിയനൊരു കുഞ്ഞോളം തന്നോണ്ടല്ലേ തിരമാലയൊക്കെ കാണിച്ചത്. മറിച്ചൊരു തിരമാല തന്നിരുന്നെങ്കിലോ ഞാനൊരു സുനാമിയൊക്കെ അന്വേഷിക്കത്തില്ലായിരുന്നോ? ഇയാൾ അഭിനയിക്കണ്ട, ഇയാൾ പോ. അളിയ, ഇത് പറ്റത്തില്ല. ഈ പാട്ട് വേണ്ട, പാട്ട് മാറ്റേ. പാട്ട് മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അളിയൻ അഭിനയിക്കുവോ? പിന്നെ അറിയാമല്ലോ. ഒരു പാട്ട് കൂടെ. മോൻ ഏത് പാട്ട്? അച്ചാച്ചാ, ഞാൻ വളരെ കഷ്ടപ്പെട്ട മറ്റേ പാട്ട് തന്നെ പഠിച്ചത്. ഞാൻ ഒരു പാട്ടും കൂടെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ചന്ദ്രലേഖ എന്ന സിനിമയിലെ 1-ാം വട്ടം കണ്ടപ്പം ചക്കര കിണ്ടാണ്ടം. അളിയ, അത് നല്ല പാട്ടല്ലേ? നല്ല പാട്ടല്ലേ? അപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ ഒന്ന് നിശ്ചയിക്കാം. അതായത് ഈ 1-ാം വട്ടം കണ്ടപ്പോൾ ഈ ചെക്കൻ എന്ന് പറയുന്നത് ഞാൻ. അതാർക്ക് ഞാൻ തരത്തില്ല. നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം. ചെക്കൻ ഞാനല്ലോ. അങ്ങനെ വേണല്ലോ. പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വേണമല്ലോ. അളിയൻ ചെക്കൻ. ചെക്കൻ ഞാനാണ്. അപ്പൊ കണ്ടപ്പോൾ അളിയന്റെ ഭാര്യയായിരുന്നു. അതങ്ങനെ വേണമല്ലോ. പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനാണല്ലോ. അങ്ങനെ വേണമല്ലോ. അപ്പൊ ഞാൻ കിണ്ടാണ്ടം. വേണേ മതി. ചെയ്യാവോ? അളിയ, അളിയൊരു കാര്യം മനസ്സിലാക്കണം. ഈ സുധാകരൻ പട്ടിണി കിടന്ന് ഭാര്യയിൽ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒട്ടും കിണ്ടാണ്ടാക്കാൻ പോയിട്ടില്ല. അളിയ, അളിയ, മാമ, അളിയ നമ്മുടെ അളിയ അങ്ങനെ പിണങ്ങി. അളിയ മിണ്ടരുത്. ഞാൻ കിണ്ടാണ്ടം. അളിയ, അളിയ ഇങ്ങനെ വന്ന അളിയ. അളിയ, ഒരു കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാക്കി. നമ്മുടെ കുഞ്ഞിന്റെ പരിപാടിയാണ്. നമ്മളെല്ലാവരോട് സഹകരിച്ചാൽ കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടത്തുള്ളൂ. അളിയ സഹകരിക്കും. അളിയ, അളിയ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യളിയ പ്ലീസ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അളിയ, ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ വിളിക്കാം. എപ്പോഴായിരുന്നു മരിച്ചത്? 2 കൊല്ലം മുന്നേ. 2 കൊല്ലം മുന്നേ? അളിയ, എന്നെ പറഞ്ഞു 2 കൊല്ലം മുന്നേ മരിച്ചെന്ന് പറഞ്ഞത്? ആര്? അച്ഛൻ. ആര്? അച്ഛൻ. അളിയോ പറഞ്ഞേ. അളിയ, അച്ഛൻ മരിച്ചിട്ടൊന്നും ഇല്ല. ഞാൻ ചുമ്മാ പറഞ്ഞത്. അച്ഛൻ മരിച്ചിട്ടില്ലേ?
350 രൂപയുടെ സീക്വൻസ് വെച്ച റീത്തം മേടിച്ചോണ്ട് വന്നിട്ട് ആ കിളവൻ ചത്തിട്ടില്ലെന്നോ മാർക്കേ അവനിത് ഞെക്കി കൊന്നതിന്റെ കാര്യം എടി തന്തയെ കൊന്നവളെ ആളെയും വിഷയം ഉണ്ടാക്കല്ലേ അളിയും ചൂടാകരുത് ഞാനൊരു കാര്യം പറയാം നമ്മുടെ കുഞ്ഞിന്റെ ഒരു പരിപാടി റിയാലിറ്റി ഷോ ഒരു പരിപാടിയാ അവൻ ഫൈനലിൽ കയറി അപ്പൊ പുതിയ റൗണ്ടാണ് ഫാമിലി റൗണ്ട് അപ്പൊ നമ്മളെല്ലാം കൂടെ ചേർന്ന് അഭിനയിക്കണം TV വരുന്ന പരിപാടിയാണ് അപ്പൊ അവള് പറഞ്ഞു അളിയെ വിളിച്ച് അളി നല്ലതായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞു അതുകൊണ്ട് അളിയും ബുദ്ധിമുട്ടിച്ചിട്ട് ക്ഷമിക്കണം അളിയും കുഴപ്പമില്ലെന്ന് ശരിയെന്ന് നീ ആദ്യം എന്താ പറഞ്ഞേ ആദ്യം എന്തോ പറഞ്ഞല്ലോ ഒരു കാര്യം പൊക്കോളാൻ അതല്ല അതിന് മുമ്പ് എന്തോ പറഞ്ഞല്ലോ ഒരു TV അല്ല അതിന് മുമ്പ് എന്താ പറഞ്ഞല്ലോ അഭിനയം അഭിനയിക്കണം നമ്മള് നമ്മൾ അഭിനയിക്കുമോ പിന്നെ ഞാൻ സൂപ്പറായിട്ട് അഭിനയിക്കും അപ്പൊ നമ്മളെല്ലാം ഇവിടെ സഹകരിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിന് ഫ്ലാറ്റ് കിട്ടും ആണല്ലേ ആണ് ഓക്കെ കുഞ്ഞിവിടെ കുഞ്ഞിവിടെ ഉണ്ടെന്ന് മോനെ മോനെ മാമനെ ഓർമ്മയുണ്ടോ ഉണ്ടല്ലേ പണ്ട് ഞാൻ ഇവിടെ വരുമ്പോ ദേ നീ ഇത്രേ ഉള്ളു അത് പണ്ട് ഇപ്പൊ ഒന്ന് കാണണം. ഉള്ളതാ 9ാം ക്ലാസ്സിലാ ഇവനെ പാട്ടല്ല പഠിപ്പിക്കേണ്ടത് പിന്നെ മ്യൂസിക് മ്യൂസിക് പഠിപ്പിക്കും എപ്പോ വന്ന് നേരത്തെ വന്നോ ഞാനൊക്കെ അഭിനയിക്കുന്നുണ്ടോ എന്തിനാ ഈ ഒക്കെ വിളിച്ചു വരുത്തിയത് ആവശ്യമില്ലാത്ത കാര്യം നിങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ മോനെ ഒരു പാട്ട് കൂടെ മോൻ പാട് ഞങ്ങൾ എല്ലാം കൂടെ ചേർന്ന് അഭിനയിച്ച് നിങ്ങൾക്ക് ഫ്ലാറ്റ് മേടിച്ച് തന്നിരിക്കും. അച്ഛാ ഞാൻ വളരെ കഷ്ടപ്പെട്ട ഒരു പാട്ടും കൂടെ പഠിച്ചു വെച്ചേക്കുന്നത്. വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലെ ആലിലക്കണ്ണ എന്നുള്ള പാട്ട് ഞാൻ പാടും. അപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കുഞ്ഞു പാടും ഒരു പാട്ടും കൂടെ അതെല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി കൊടുക്കണം മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്ത് ക്യാരക്ടർ നിശ്ചയിക്കാം. ഇതിനകത്ത് കലാഭവൻ മണി എന്ന് പറയുന്ന ക്യാരക്ടർ അത് ഞാൻ തന്നെ അത് പ്രൊഡ്യൂസർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അളി അതുകൊണ്ട് മനസ്സിലായല്ലോ. ഇതിനകത്ത് മെയിൻ വില്ലൻ തോമസ് സാർ സായികുമാർ ചെയ്ത കഥാപാത്രം അത് എന്റെ മോൻ അത് ഞങ്ങളുടെ എനിക്കൊന്നുമില്ല അതിന് വേഷമുണ്ട്. അതായത് ഇതിന് മെയിൻ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാവമണി അന്ധനാണല്ലോ. ഈ അന്ധനായ കലാവമണി ഇങ്ങനെ വന്നിട്ട് തോമസ് സാർ എൻട്രി ചെയ്യുന്നു. തോമസ് സാർ വന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഴുത്തെ കയറി പിടിക്കുന്ന സമയത്ത് അളിയന്റെ ഡയലോഗ് ജനാർദ്ദനം പറഞ്ഞ ഡയലോഗ് ഈ ഡയലോഗ് പറയണം. തവളയുടെ സൗണ്ട് അവളെയല്ല ജനാർദ്ദന്റെ സൗണ്ട് രണ്ടും ഒന്ന് തന്നെ മനസ്സിലായില്ലോ? ഓക്കെ അതെ അളിയാ അപ്പൊ ഈ ഡൽഹിയിൽ നിന്ന് എനിക്ക് വേഷമൊന്നും ഇല്ലേ? പിന്നെ തുണിയില്ലാതാണോ ഇങ്ങോട്ട് വന്നത്? അല്ല ആ വേഷമല്ല ഈ അഭിനയിക്കാൻ ഒരു അതിന് അഭിനയിക്കാൻ മുട്ടിക്കും. അപ്പൊ അതിന് പറ്റിയൊരു സംഭവം എൻ്റെ ഉണ്ട്. അതായത് ഈ കലാമണിയുടെ ചേട്ടൻ മേഘനാഥൻ അത് ഞാൻ അപ്പൊ ഈ ഡയലോഗ് മേഘനാഥന് വലിയ ഡയലോഗ് ഒന്നും ഇല്ല. മേഘമായിട്ട് ഇങ്ങനെ ഉരുണ്ടുകൂടി ആ സൈഡിൽ ഉരുണ്ടുകൂടി ഇങ്ങനെ സിറ്റുവേഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. കലാമണി വരുന്നു, തോമസ് സാറിന്റെ കഴുത്തെ കയറി പിടിക്കുന്നു. അപ്പൊ അളിയന്റെ ഡയലോഗ് അപ്പൊ അളിയൻ ഉരുണ്ടു കൂടുന്നു. ഓക്കെ ഞാൻ പാടാൻ പോവാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും, 1000 കനവുണരും. ഇപ്പോഴാണോ പറയേണ്ടത്? അവന്റെ കഴുത്തെ പിടിക്കുമ്പോഴല്ലേ വിറാന്ന് പറയണ്ടേ? അതിവിടെ പറഞ്ഞതാ അല്ലേ? കൈവിട്ടു പോവുക. നിങ്ങളെല്ലാം കൂടെ എന്റെ കുഞ്ഞിന്റെ പരിപാടി നശിപ്പിക്കുവോ? ഇല്ല ഇനി കറക്റ്റ് ആക്കണം. ഓക്കെ അല്ലേ? ഒരു പാട്ട് കൂടെ പാടി പാടണ്ട. ഡയലോഗിൽ തുടങ്ങാം. അപ്പൊ തോമസ് സാർ പിടിക്കുന്ന മറ്റേ സംഭവങ്ങളല്ലോ. ഓക്കെ തോമസ് സാർ വന്നോ? തോമസ് സാർ വന്നു. തോമസ് സാറ് അപ്പൊ അവര് ഇച്ചിരി വെള്ളം കൊടുക്കും. അളി അങ്ങനെ ഉണ്ടായിരുന്നു. ഈ തവണ ഫ്ലാറ്റ് പിന്നെ ഓക്കെ. പിന്നെ അളിയാ ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോ 350 രൂപ കൊടുത്ത് റീത്ത് മേടിച്ചിട്ടാ വന്നത്. അതങ്ങ് വേസ്റ്റ് പോയി. ഇപ്പൊ കൊണ്ടു കൊടുത്താ ആ പൈസ കിട്ടും. അതിന് ഞാൻ ഫുള്ളും മേടിച്ചിട്ട് വരാം. അന്നാ ഈ റീത്ത് കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കൊടുക്കാൻ വരട്ടെ. ആ റീത്ത് മോന്റെ നെഞ്ചിട്ട് തന്നെ അങ്ങ് വെച്ചേരെ. മോൻ ഫ്ലാറ്റായി.